ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ഒരു മാസത്തോളമായി പരിക്കിൻ്റെ പിടിയിലുള്ള സൂപ്പർ താരമാണ് ലാമിൻ യമാൽ. ബാഴ്സയുടെ ചില മത്സരങ്ങൾ പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. മാത്രമല്ല, വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരങ്ങളും യമാലിന് ഇപ്പോൾ നഷ്ടമാവുകയാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ ഡയാരിയോ എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് യമാലിനെ വേൾഡ് കപ്പിൽ കളിപ്പിക്കാം, പക്ഷേ ചില കണ്ടീഷനുകൾ ഇപ്പോൾ FC ബാഴ്സലോണ സ്പെയിനിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് എത്ര മിനിറ്റ് ഇദ്ദേഹത്തെ കളിപ്പിക്കാം എന്ന കാര്യത്തിൽ ചില കണ്ടീഷനുകൾ സ്പെയിനിന്റെ മുന്നിൽ ബാഴ്സ വെച്ചിട്ടുണ്ട്. സ്പെയിനിന്റെ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരം അത് കേപ്പ് വെർദെക്കെതിരെയാണ്. ദുർബലരായ ടീമാണ് കേപ്പ് വെർദെ. അതുകൊണ്ട് തന്നെ ആ ടീമിനെതിരെ ഒരു പരമാവധി 15 മിനിറ്റ് വരെ യമാലിനെ കളിപ്പിക്കാം എന്നാണ് ബാഴ്സ പറഞ്ഞിട്ടുള്ളത്. അതായത് അവസാനത്തെ ഒരു 10-15 മിനിറ്റ് അദ്ദേഹത്തെ കളിപ്പിക്കാം. പിന്നീട് സൗദി അറേബ്യക്കെതിരെ ഒരു മത്സരം സ്പെയിൻ കളിക്കുന്നു. ആ മത്സരത്തിൽ 60 മിനിറ്റ് വരെ അദ്ദേഹത്തെ കളിപ്പിക്കാം. പിന്നീട് ഉറുഗ്വേക്കെതിരെ വളരെ നിർണായകമായ ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ യമാലിനെ ഉൾപ്പെടുത്താം. അപ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും എന്നാണ് ബാഴ്സ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ആദ്യ മത്സരത്തിൽ കൂടുതൽ സമയം യമാലിനെ കളിപ്പിക്കരുത്. അതുപോലെ തന്നെ സൗദി അറേബ്യക്കെതിരെയുള്ള ആ ഒരു രണ്ടാമത്തെ മത്സരത്തിൽ 60 മിനിറ്റിൽ കൂടുതൽ യമാലിനെ കളിപ്പിക്കരുത് എന്നൊക്കെയാണ് ഒരു കണ്ടീഷനായി കൊണ്ടുവരുന്നത്. ഏതായാലും സ്പെയിൻ പെറുവിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ യമാൽ ഉണ്ടാവില്ല. ടീമിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കേപ്പ് വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ കുറഞ്ഞ സമയം അദ്ദേഹം കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.